ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി BS6 മോഡലാണ്. നമ്മളത് സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിന് ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഇതിൻ്റെ ബാക്കിലെ ബ്രേക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചെയിനായാലും നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. ചെയിൻ ടൈറ്റ് ചെയ്ത് നമുക്ക് ഗ്രീസൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലയിൽ എയർ ഫിൽറ്റർ ആയാലും നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തെടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ 2022 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്, എന്നാലും ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.95 വോൾട്ട് കിട്ടുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിയുടെ വാല്യൂ കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കൂടുതൽ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാറ്ററി ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി മാറ്റുന്നതില്ല, സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കൂടുതൽ കാണിക്കുമ്പോൾ ചെയ്താൽ മതി. അതേപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് വന്നിരുന്നു. സ്പീഡോമീറ്റർ കേബിളിൻ്റെ കംപ്ലൈൻറ്റാണ്. കേബിൾ മാറ്റി കഴിഞ്ഞാൽ റെഡി ആവും. സ്പീഡോമീറ്റർ കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. പിന്നെ ഫ്രണ്ടിലെ ടയർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടയറും കൂടി ഒന്ന് മാറ്റുന്നുണ്ട് നമ്മൾ. അതേപോലെ ഫ്രണ്ട് ഷോക്കപ്പിൻ്റെ ഓയിൽ ലീക്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ ഷോക്കപ്പ് അയച്ചിട്ട് അതിൽ 2 ഓയിൽസിലും ഓയിലാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേണം ക്ലിയർ ചെയ്യാം. അതിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ ട്യൂബിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. നമുക്ക് അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്യൂബ് കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. നിലവിൽ പുറമേ നിന്ന് കാണുമ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്ക് കൂടുതൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അയച്ചു കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ. അത് അയച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ. പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ ടാങ്കിൻ്റെ ബാഗ് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് വാട്ടർ സർവീസ് മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ്, അതൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൽ ഞാൻ ഫോർക്ക് ട്യൂബ് ഉൾപ്പെടുത്തുന്നില്ല. അത് അയച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ പറയാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.